എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനൊരു വെറ്റില ദീപത്തെക്കുറിച്ച് വീഡിയോ പങ്കുവച്ചിരുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും ചൊവ്വാഹോരയിൽ വെറ്റില ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആ ഒരു ദീപം പരിഹാരമാണെന്നും ചൊവ്വാഴ്ച ദിവസം ചൊവ്വാഹോരയിൽ കടത്തിലേക്ക് ലോണിലേക്ക് ഒരു നിശ്ചിത തുക അടയ്ക്കാൻ സാധിച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ആ ലോണ് അടച്ചു തീർക്കാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പങ്കുവച്ചിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് എന്താണ് ഈ ചൊവ്വാഹോര എന്നുള്ളതാണ് സംശയം. ചൊവ്വാഹോര എന്ന് പറയുന്നത് ഒരു സമയമാണ്, ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഹോര എന്ന് പറയുന്നത്. എല്ലാ ദിവസങ്ങളിലും ചൊവ്വാഹോര വരുന്നുണ്ട്. എന്നാൽ ചൊവ്വാഴ്ച ദിവസം വരുന്ന ചൊവ്വാഹോര വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് സൂര്യഹോരയും ചന്ദ്രഹോരയും ചൊവ്വാഹോരയും ബുധൻഹോരയും ഗുരുഹോരയും ശുക്രഹോരയും അതേപോലെ തന്നെ ശനിഹോരയും ഉണ്ട്. ചൊവ്വാഹോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയമാണെന്ന് ആദ്യം പറഞ്ഞു. ചൊവ്വാഗ്രഹത്തിൻ്റെ ആധിക്യം അല്ലെങ്കിൽ ആധിപത്യം ഭൂമിയിൽ വളരെ കൂടുതലുള്ള ഒരു സമയത്തെ കാലയളവിനെയാണ് നമ്മൾ ചൊവ്വാഹോര എന്ന് പറയുന്നത്. ചൊവ്വാഗ്രഹത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചൊവ്വാഴ്ച ദിവസം വരുന്ന ചൊവ്വാഹോര കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. ഇതേപോലെ തന്നെയാണ് മറ്റ് ഹോരകളും. സൂര്യഹോര സൂര്യഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഞായറാഴ്ച ദിവസം വരുന്ന സൂര്യഹോരയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ചന്ദ്രഹോര ചന്ദ്രഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തിങ്കളാഴ്ച ദിവസം വരുന്ന ചന്ദ്രഹോരയ്ക്ക് കൂടുതൽ പ്രാധാന്യം. ഇതേപോലെ ബുധൻഹോര ബുധനാഴ്ച ദിവസത്തിൽ വരുന്ന ബുധൻഹോരയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. വ്യാഴാഴ്ച ദിവസം വരുന്ന ഗുരുഹോരയ്ക്കും വെള്ളിയാഴ്ച ദിവസം വരുന്ന ശുക്രഹോരയ്ക്കും ശനിയാഴ്ച ദിവസം വരുന്ന ശനിഹോരയ്ക്കും കൂടുതൽ പ്രാധാന്യം. ഇനി ഈ ഹോരാ സമയം എങ്ങനെ എപ്പോഴും ഓർത്തിരിക്കണമെന്നുള്ളത് പറയാം. വളരെ എളുപ്പമാണ്. എല്ലാ ദിവസങ്ങളിലും എല്ലാ ഹോരയും വരുന്നുണ്ടെങ്കിലും ഓരോ ദിവസത്തിനും ഓരോ ഹോരയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ, രാത്രി 8 മണി മുതൽ 9 മണി വരെ അതാത് ദിവസങ്ങളിൽ അതാത് ഹോര വരുന്നു. അതായത് ചൊവ്വാഴ്ച ദിവസം രാവിലെ 6 to 7, ഉച്ചയ്ക്ക് 1 to 2, രാത്രി 8 to 9. ചൊവ്വാഹോരയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഇതേ സമയം ശുക്രഹോരയാണ്. ശനിയാഴ്ച ദിവസം ഇതേ സമയങ്ങളിൽ ശനിഹോരയാണ്. ഇതുതന്നെയാണ് മറ്റു ദിനങ്ങളിൽ മറ്റു ഹോരയും വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹോര ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അതാത് ദിനങ്ങളിൽ അതാത് ഹോരയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഹോര എന്താണെന്നും എങ്ങനെ ഓർത്തിരിക്കണമെന്നും ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓം ശരവണ ഭവ.